എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തൊടിയിലെ ചെടിയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ചേമ്പിനെ കുറിച്ചാണ്. കേരളത്തിൽ എല്ലായിടത്തും കൃഷി ചെയ്യപ്പെടുന്ന ഒരു കാർഷിക വിളയാണ് ചേമ്പ്. സാധാരണയായി കൊളക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ചേമ്പുകളാണ് കൂടുതലായി കണ്ടുവരാറ്. എന്നാലും കണ്ണൻ ചേമ്പ്, കറുത്ത ചേമ്പ്, വെളുത്ത ചേമ്പ്, താമരക്കണ്ണൻ തുടങ്ങിയ അനേകം വിഭാഗത്തിൽപ്പെട്ട ചേമ്പുകൾ കേരളത്തിൽ പലയിടങ്ങളിലും ദേശഭേദങ്ങൾ അനുസരിച്ച് കാണപ്പെടാറുണ്ട്. അറേസിയ ഫാമിലിയിൽപ്പെടുന്ന ചേമ്പിൻ്റെ ശാസ്ത്രീയ നാമം കൊളക്കേഷ്യ എസ്കുലൻഡ എന്നാണ്. ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ഇത്. ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല വണ്ണം ഉണ്ടാവും. ഇലകൾക്ക് ആനയുടെ ചെവിയുടെ ആകൃതിയാണ്. ഏകദേശം അത്ര തന്നെ വലിപ്പവും ഉണ്ടാവും. ഇതിൻ്റെ കിഴങ്ങിന് ഏകദേശം 1 കിലോ മുതൽ 2 കിലോ വരെയൊക്കെ ഭാരവും ഉണ്ടാവും. നല്ല നീർവാഴ്ചയുള്ള മണ്ണിലാണ് ഇത് വളരാറ്. മെയ് ജൂൺ മാസങ്ങളാണ് ഇത് നടാൻ പറ്റിയ കാലവും. ചേമ്പിൻ്റെ ഉപയോജ്യ ഭാഗങ്ങൾ കിഴങ്ങ്, തണ്ട്, ഇല എന്നിവയാണ്. ഔഷധങ്ങളായിട്ടും ഉപയോഗിക്കുമ്പോഴും ചേമ്പിൻ്റെ ഈ ഭാഗങ്ങൾ തന്നെ ഉപയോഗിക്കാറുണ്ട്. ചേമ്പിനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുള്ളിച്ചേമ്പിനെക്കുറിച്ച് ഒന്ന് എടുത്തു പറയേണ്ടതാണ്. ഇത് ഭക്ഷ്യയോഗ്യമായ ഒന്നല്ല. ഇത് മറ്റുള്ള ചെടികളുടെ കൂടെ നടുന്നത് ഈ പെരിച്ചാഴി, എലി മുതലായവയെ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. ഇനിയൊരു വിഭാഗം ചേമ്പിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊടിച്ചേമ്പ്. അതിനെ താള് എന്ന് വിളിക്കും. ഇത് വളരെ പോഷകാംശമുള്ളതാണ്. കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയ ഒരു തരം ചേമ്പാണ് താള്. ചേമ്പിൽ അടങ്ങിയിരിക്കുന്ന അന്നജം മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങളിലെ അന്നജവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ദഹിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ചേമ്പ് കഴിക്കുന്ന ആൾക്കാർക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറയാറുണ്ട്. ചേമ്പിലെ രാസായനിക ഘടകങ്ങൾ ജലാംശം, മാംസ്യം, ലവണങ്ങൾ, അന്നജം, നാര് തുടങ്ങിയവയാണ്. ഇതിൻ്റെ പ്രയോഗങ്ങളെപ്പറ്റി പറയുമ്പോൾ വളരെ ആയുർവേദത്തിൽ ഒരുപാട് അസുഖങ്ങളിൽ ഇത് പ്രയോഗിച്ച് വരാറുണ്ട്. പ്രത്യേകിച്ച് ഉദരരോഗങ്ങൾ, കൃമി, അർശസ്, മലബന്ധം, വായ്പുണ്ണ് തുടങ്ങിയവയിൽ വളരെ ഉപയോഗപ്രദമാണ് ചേമ്പ്. ഇതിൻ്റെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ചേമ്പ് ഒരു കാർഷിക വിളയാണ് നമുക്കറിയാം. ശരിക്കും നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹാരമായിരുന്നു ഈ ചേമ്പ്. അതായത് ഈ അരി ഇല്ലെങ്കിൽ അരിക്ക് പകരമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്ന ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിൽ തന്നെ ചേമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ചേമ്പിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അതിലുണ്ടാകുന്ന ഈ അന്നജം എളുപ്പത്തിൽ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാവുന്ന, പിന്നെ ഇതിൻ്റെ പോഷക സമൃദ്ധമാണ് ഈ ചേമ്പ്. പെട്ടെന്ന് തന്നെ ക്ഷീണം മാറും, പെട്ടെന്ന് തന്നെ എനർജി കിട്ടും. പിന്നെ ഇതിൻ്റെ ഔഷധ ഉപയോഗം എന്ന് പറയുന്നത് ഈ അർശസ്സിൽ ഈ ചേന പോലെ തന്നെ ഈ ചേമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അർശസ് ചുരുങ്ങിപ്പോകും. പിന്നെ ഈ ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിക്കും, ഇല ഉപയോഗിക്കും, അതുപോലെ ഈ കിഴങ്ങ് ഉപയോഗിക്കും. ഇതൊരു തണ്ട് നല്ല പോഷക സമൃദ്ധമാണ്. അത് കറി വയ്ക്കുമ്പോൾ ലേശവും പുളി ചേർക്കണം. ഇല്ലെങ്കിൽ തണ്ടിൽ ലേശം ഒരു വിഷാംശമുണ്ട്. ആ വിഷാംശത്തെ ഇല്ലാതെ ആക്കിയാണ് ചേമ്പും തണ്ട് പുളിങ്കറിയാക്കി വെക്കുന്നത്. പുളിങ്കറി അല്ലാണ്ട് ചേമ്പും വയ്ക്കാൻ പാടില്ല എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഇല അരച്ച് പുറമെ പറ്റിക്കഴിഞ്ഞാൽ ഈ വ്രണശോധന രോഗമാണ്, നീരിനൊക്കെ നല്ലതാണ്. ആ ചേമ്പ് ഒരു പാവപ്പെട്ടവൻ്റെ സാമാന്യക്കാരനായ ഒരു പാവപ്പെട്ടവൻ്റെ അത്ഭുതമായ ഒരു ഔഷധമാണ്, ഒരു ആഹാരമാണ്.